ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏജൻസി ഓഫ് ദ മുസ്ലിംസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സംഘാടനം തീവ്രവാദമായും ഭീകരവാദം അല്ലെങ്കിൽ വിഭജനമായും മുസ്ലിങ്ങൾ ഒന്നിച്ചിരിക്കുന്നതും മുസ്ലിങ്ങൾ സംഘടിക്കുന്നതും മുസ്ലിം രാഷ്ട്രീയമായി ഒത്തുകൂടുന്നതും വിഭജനത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വിഭജന യുക്തിയിൽ നിന്നാണ് ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അതായത് മുസ്ലിം സംഘാടനത്തെ ഭീകരവൽക്കരിക്കുക, വിഭജന യുക്തിയിൽ കാണുക എന്നുള്ളത്. അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ തന്നെ ഇവിടെ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളെല്ലാം തന്നെ ഭീകരവാദികളും കുഴപ്പക്കാരുമായി മാറുമായിരുന്നു, അല്ലെങ്കിൽ രാജ്യദ്രോഹികളായി മാറുമായിരുന്നു എന്നൊരു പൊതു നറേറ്റീവ് കൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി, നിലവിലത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം അത്തരം പ്രസ്താവനകൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരു കേവലമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമൊന്നുമല്ല. ഇത് ഇങ്ങനെയൊരു പൊതുബോധം കേരളത്തിൽ പൊതുവായി നിലനിൽക്കുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ, അപ്പോൾ ഇതിലൊരു അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, മുസ്ലിങ്ങളെല്ലാം ഒരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ അവരെല്ലാം അങ്ങനെ തീവ്രവാദികളായി മുട്ടി നിൽക്കുന്ന എന്തോ ആൾക്കാരാണ് എന്നുള്ളൊരു കൃത്യമായൊരു വംശീയ ലോജിക്ക് ഈ വാദത്തിന് പിന്നിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കുറച്ച് നാൾ മുമ്പ് ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായി മുസ്ലിങ്ങളിലെ പമ്പൻ പണക്കാരടക്കം നേതൃത്വം നയിക്കുന്ന, അതായത് മുസ്ലിങ്ങളുടെ ഒരു ബൂർഷ്വ ക്ലാസ് നയിക്കുന്ന ഒരു സംഘടനയാണ് എന്നും, വളരെ കൃത്യമായ സ്ത്രീവിരുദ്ധതയുള്ള സാമൂഹ്യവിരുദ്ധമായ ആശയങ്ങളും ആശയാവലികളും പറയുന്ന ഒരു കൃത്യമായ ഒരു അല്ലെങ്കിൽ വംശീയതയും വെറുപ്പുമുള്ള ഒരു സംഘടനയാണ്, കൃത്യമായൊരു വംശീയ വിരുദ്ധതയുള്ള സംഘടന ആയിട്ട് മുസ്ലിം ലീഗ് വെക്കുകയും, അങ്ങനെയുള്ള മുസ്ലിം ലീഗ് എന്നാൽ അവർ മിതവാദികളാണ് എന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ തന്നെ അവർക്ക് പുരോഗമനാത്മകമായ കാഴ്ചപ്പാടുകളുണ്ട്, കുറച്ചുകൂടി ജെൻഡർ ഇൻക്ലൂസീവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവർ പക്ഷേ തീവ്രവാദപരമായിട്ട് പെരുമാറുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത, ഒട്ടും പുരോഗമനമില്ലാത്ത മുസ്ലിം ലീഗ് മിതവാദികളായതുകൊണ്ട് നമ്മളെല്ലാം മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് വളരെ കൃത്യമായ ഒരു വംശീയമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അഡ്വക്കേറ്റ് ജയശങ്കറും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം, അപ്പോൾ നമുക്ക് നോക്കാം, മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളായി മാറുമായിരുന്നു എന്ന ചോദ്യം. എന്നാൽ ഈ ചോദ്യം നമ്മൾ മറ്റ് ആരോടെങ്കിലും ചോദിക്കാറുണ്ടോ? ഇപ്പോൾ NSS ഇല്ലായിരുന്നുവെങ്കിൽ നായന്മാരെല്ലാം ഭീകരവാദികളായിരുന്നു എന്ന് ആരെങ്കിലും പറയുമായിരുന്നോ? നമ്മൾ പറയാറില്ല. ഇപ്പോൾ KPMS എന്ന് പറയുന്ന കേരള പുലയ മഹാസഭ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ പുലയ സമുദായക്കാരെല്ലാം തീവ്രവാദികളായി മാറുമായിരുന്നു എന്ന് ആരെങ്കിലും പറയുമായിരുന്നു? ഇങ്ങനെ ഒന്നും പറയില്ല. ഇങ്ങനെ ഒന്നും പറയാതെ, എന്നാൽ മുസ്ലിങ്ങൾ മാത്രം, മുസ്ലിം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് സകലമാന പുരോഗമന വിരുദ്ധ സംഘടന എന്ന് അവർ തന്നെ പറയുന്ന, എന്നാൽ മിതവാദികളായതുകൊണ്ട് നമ്മളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്ന, എന്നാൽ മറ്റ് മുസ്ലിം സംഘടനകളെല്ലാം പുരോഗമനമായി ഇരിക്കുമ്പോൾ തന്നെ അവർ തീവ്രവാദികളാണ്, പക്ഷേ മിതവാദികളല്ല, അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഇത്തരം വിഭജന യുക്തികൾ നടത്തുന്ന ഇവിടുത്തെ വംശീയവാദികൾ തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് കേവലമായി ഏതെങ്കിലും അഡ്വക്കേറ്റ് ജയശങ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സതീശൻ എന്ന് പറയുന്ന വ്യക്തിയോ പിണറായി വിജയനൊന്നും അല്ല ഇത് പറയുന്നത്. ഇതൊരു പൊതുബോധത്തിൻ്റെ നിർമ്മിതിയോട് കൂടി ഭാഗമാണ്. പൊതുബോധത്തിൽ ഇങ്ങനൊരു സാധനം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഒരു വടക്ക് ഭാഗം ആയാലും അല്ലെങ്കിലും നമ്മളൊരു 4 മുസ്ലിങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ മുസ്ലിം ലീഗുകാരനായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മളൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കാണാൻ മിക്കവാറും 50 മുസ്ലിങ്ങളെയൊക്കെ നമുക്ക് കാണേണ്ടി വരും. ചിലപ്പോൾ ഒരു അങ്ങനെ 50, 100 അങ്ങനെയൊക്കെ ആയിരിക്കും ഇല്ല മറ്റ് സംഘടനകളുള്ളത്. അപ്പം നമുക്കറിയാം, അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടന മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികപരമായ വളർച്ചയിൽ മുസ്ലിം ലീഗ് വളരെ കൃത്യമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിം സംഘടന പറയുമ്പോൾ ഒരു വിഭജന യുക്തിയിലോ അല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അതിൻ്റെ സംഘടനാ വിമർശനം തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് പല മണ്ടത്തരങ്ങളും ചെയ്തിട്ടുണ്ടാകാം, മുസ്ലിം ലീഗ് ചെയ്ത പല പ്രവൃത്തികളിൽ പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അത് പറയുമ്പോൾ പോലും മുസ്ലിം ലീഗ് ചെയ്ത പ്രവൃത്തികൾ നമ്മൾ കാണാം. അപ്പം കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് വോട്ട് ചെയ്ത് നമ്മൾ കൃത്യമായി അധികാരത്തിൽ അപ്പോൾ ആ അധികാരത്തിൽ വന്നതുകൊണ്ട് കമ്മ്യൂണിറ്റിക്കുണ്ടായ ചില മാറ്റങ്ങൾ നമുക്ക് നോക്കി കാണാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ കൃത്യമായി ഇവിടെ ഇത് പറയുമ്പോൾ മുസ്ലിം ലീഗ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന വിഭജന യുക്തിയിലാകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നം, അതേ മുസ്ലിം ലീഗ് ഇല്ലായിരുന്നെങ്കിൽ തീവ്രവാദികളാകുമായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ചില സംഘടനകൾ ആക്ച്വലി അവർ ഒരിക്കലും ഒരു ബോയ്ക്കോട്ട് ചെയ്തിട്ടില്ല, ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്തിട്ടില്ല, അവർ ചെയ്ത് അബ്സ്റ്റെയിൻ ചെയ്യുക എന്നതാണ്. വിശേഷിച്ച് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ അബ്സ്റ്റെയിൻ ചെയ്ത് നിന്ന ഒരു ചരിത്രം അവർക്കുണ്ട്. അപ്പോൾ അതിനോട് അപ്പോൾ നമുക്ക് ആ വിമർശനാത്മകമായി പറയുമ്പോൾ തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇപ്പം ഈവൻ ചില മാവോയിസ്റ്റുകൾ, ചില കമ്മ്യൂണിസ്റ്റുകളൊക്കെ അവർ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട് വോട്ടിങ്ങൊക്കെ. ഇന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളായിട്ടും ജീവിച്ച് 80 വയസ്സായിട്ട് വോട്ട് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് നമ്മൾ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ചാർത്തി കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുമെല്ലാം തന്നെ മുസ്ലിങ്ങൾ കൂടുന്നത് ഈ പറഞ്ഞ പോലെ വിഭജന യുക്തിയിലാണ്, അവർ വിഭജിക്കാനാണ് എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി ഇത് മറ്റുള്ളവർ
എങ്ങനെ നമ്മൾ ഒരു സംഘടനയെ നോക്കി കാണുന്നു എന്നതിൻ്റെ ഒരു യുക്തിയിലൂടെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ട് അല്ലെങ്കിൽ സംഘടന ഇല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് സംഘടന ഉണ്ടാകുന്നത്, അപ്പം പലപ്പോഴും നമുക്കറിയാം ഇസ്ലാം ഒരു ഏകാത്മക, അതായത് കൃത്യമായി ഒരു ദൈവം, ഒരു പുസ്തകം, കൃത്യമായ ആരാധനാക്രമങ്ങൾ ഉള്ളപ്പോൾ പോലും നമുക്കറിയാം ഈ തിയോളജിക്കലായ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും സംഘടനകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടാവും. ഇത് തിയോളജിക്കൽ മാത്രമല്ല, പൊളിറ്റിക്കൽ ഡിഫറൻസസും ഉണ്ടാവും. അപ്പോൾ തിയോളജിക്കലും പൊളിറ്റിക്കലും സോഷ്യോളജിക്കലും ഇക്കണോമിക്കലും ആയിട്ടുള്ള പലതരം വ്യത്യസ്തതകളുള്ളതുള്ള, അപ്പോൾ വ്യത്യസ്തരായിരിക്കാനും അങ്ങനെ വ്യത്യസ്തരായിരിക്കുമ്പോൾ നമ്മൾ വിവേചനങ്ങൾ നേരിടുന്നില്ല എന്നതുകൂടിയാണ് നമ്മുടെ ഭരണഘടനാ ധാർമ്മികതയായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന ഉണ്ട് അല്ലെങ്കിൽ സംഘടന ഇല്ല എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളായി മാറും എന്ന് പറയുന്നത് ഒരു വിഭജന യുക്തിയാണ്, വംശീയവാദമാണ്. ഇത്തരം വംശീയത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇസ്ലാം വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ആണിക്കല്ല് ഇരിക്കുന്നത്.